Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ മോണോക്രോം പ്രിന്ററായ എപ്സൺ M2110 എന്ന പ്രിന്ററിൽ എങ്ങനെ ഫോട്ടോ കോപ്പി എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്സന്റെ M2110 എന്ന പ്രിൻ്റർ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് പ്രിൻ്ററാണ്. അതായത് നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ Xerox ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ട്രയൽ നല്ല ഗുഡ് A4 പേപ്പർ വെക്കുന്നു. ട്രേ ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല ഗുഡ് പേപ്പർ വെക്കുക കറക്റ്റായിട്ട്. A4 എഴുതിയ ആ മാർക്കിങ്ങിൻ്റെ അവിടെ കറക്റ്റായിട്ട് വെക്കണം. വരുന്ന രീതിയിലായിരിക്കണം പേപ്പർ വെക്കേണ്ടത്. ഇപ്പോൾ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ചോദിക്കും, അത് നമ്മൾ ജസ്റ്റ് കൺഫേം കൊടുക്കുക. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ചസ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഇതാണ് സ്കാനർ ഗ്ലാസ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് ഡോക്യുമെൻറ്റ് വെക്കേണ്ടത്. ഇവിടെ താഴെ നമുക്ക് കാണാൻ കഴിയും, ഒരു ആരോ മാർക്ക് കാണാൻ കഴിഞ്ഞില്ലേ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് സ്കാനിങ്. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ, അടുപ്പിച്ച് വരുന്ന രീതിയിൽ ഡോക്യുമെൻറ്റ് വെക്കണം. നമുക്ക് ആവശ്യം ഏതാണോ ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ട ഡോക്യുമെൻറ്റ് അത് കറക്റ്റായിട്ട് ആ ആരോ മാർക്കിനനുസരിച്ച് കറക്റ്റായിട്ട് വെക്കണം. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണുന്ന കോപ്പി എന്നുള്ളത് കണ്ടില്ലേ, ആ കോപ്പി സെലക്ട് ചെയ്യുക. അതിന് മുമ്പ് ഇത് ജസ്റ്റ് ഒന്ന് ഹോം ബട്ടൺ പ്രസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം വേറെ എവിടെയെങ്കിലും ആണ് മെനു കിടക്കുന്നതെങ്കിൽ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി മോഡിലേക്ക് വരും. അത് ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് താഴോട്ടും മുകളിലോട്ടും പ്രസ് ചെയ്ത് എത്ര കോപ്പീസ് വേണമെന്നുള്ളതാണ് മെൻഷൻ ചെയ്യേണ്ടത്. അതിനുശേഷം എത്ര മെൻഷൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. നമുക്ക് സ്കാനിങ് നടന്നുകൊണ്ട് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് കാണാൻ കഴിയും. കണ്ടില്ലേ, പ്രിൻറ്റ് ചെയ്ത് പുറത്തോട്ട് ഡോക്യുമെൻ്റ് വരുന്നത് കാണാൻ കഴിയും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കോട്ട് വരും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒറിജിനൽ കോപ്പി അവിടെ പ്രിൻ്ററിൻ്റെ അവിടെ പ്രിൻ്റ് ചെയ്ത് വന്നത് ഇതിൻ്റെ ഫോട്ടോസ്റ്റാറ്റുമാണ്. രണ്ടും ഏകദേശം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഡോർമ ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.